നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ള വാർത്ത കേട്ടാണ് ഇന്നലെ നമ്മൾ ഉറങ്ങാൻ കിടന്നത്. ഇന്ന് വാർത്താദിനം ആരംഭിക്കുമ്പോൾ അവിടെ ആ ലോറി പുറത്തെടുക്കാനുള്ള തിരച്ചിൽ തുടരുമെന്നുള്ളതാണ് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. കയ്യകലത്തർജുൻ നിമിഷങ്ങൾ എണ്ണി നാട്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിനം. അപകട സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറി കണ്ടെത്തിയ ലോറിയിൽ നിന്ന് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഡ്രോൺ ദൗത്യത്തിനായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തുണ്ട്. ലോറി വലിച്ചു കയറ്റാൻ വലിയ ക്രെയിൻ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ശിരൂരിൽ നിന്നിപ്പോൾ തത്സമയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും ഹാഷ്മി താജ് ഇബ്രാഹിമും അരുൺ പാറയ്ക്കലും ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി, ഇന്നേറെ നിർണായക ദിനമാണല്ലോ, ഒട്ടേറെ പ്രതീക്ഷകളുള്ള ദിനമാണല്ലോ. എപ്പോഴാരംഭിക്കും തിരച്ചിൽ ഹാഷ്മി? ഉന്മേഷ ദൗത്യത്തിന്റെ 10ാം നാളാണ്. 10ാം നാൾ ഏറെ പ്രതീക്ഷയുള്ള ഏറ്റവും നിർണായകമായ ദിവസമാണ് ഈ 10ാം നാൾ എന്ന് ഉറപ്പായും പറയാം. ഉന്മേഷ് പറഞ്ഞ പോലെ അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ തുടങ്ങാൻ പോകുന്നു. അപ്പോഴും പ്രശ്നം ഉന്മേഷ് ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മൾ കണ്ട പ്രതികൂലമായ കാലാവസ്ഥ രാവിലെയും വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. രാവിലെ ഒരു വലിയ മഴ ഇപ്പോൾ പെയ്ത് ജസ്റ്റ് ഒഴിഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ ചെറിയ മഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മഴ പെയ്തങ്ങ് ഒഴിയുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. മഴ നിന്ന് പെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. വലിയ കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. ഇന്നെന്തായാലും കാലാവസ്ഥ അനുകൂലമാകും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അലർട്ട് ഓറഞ്ചിലേക്ക് മാറുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ മഴ കുറച്ച് കുറയും എന്നുള്ളതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇവിടെ മാത്രം മഴ കുറഞ്ഞാൽ പോരാ ഉന്മേഷ്. ഇവിടെ മലകളിൽ, കാടുകളിൽ, ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മല കുറയണമെങ്കിൽ മാത്രമേ ഈ ഗംഗാവാലി പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയുള്ളൂ. ഇന്നലെ നമ്മൾ കണ്ടതാണ് നേവി ഡൈവർ സംഘം അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. അത്രത്തോളം അഗാധമായ വലിയ ആഴത്തിൽ വലിയ കുത്തൊഴുക്കാണ്. മാത്രമല്ല ഇനി ഈ ദൗത്യം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തേ മതിയാവുകയുള്ളൂ. അതല്ലാതെ ഒരിഞ്ച് ആ ദൗത്യം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ആ ലോറി, നമ്മൾ ഈ കഴിഞ്ഞ 9 നാളുകൾ തിരഞ്ഞ ആ ലോറി ഇന്നലെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തോടുകൂടി അത് കൃത്യമായി ഷാർപ്പ് ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. സൈന്യം അറിയിക്കുന്നത് സൈന്യത്തിന്റെ ആദ്യ പരിഗണന, അങ്ങനെയല്ല, ആദ്യ പരിഗണന അതുതന്നെയാണ്. നേവി ഡൈവർമാർ ജമ്പ് ചെയ്യുക, പുഴയുടെ അടിത്തട്ടിലേക്ക് പോവുക, ഈ ലോറി കിടക്കുന്ന അതിന്റെ ക്യാബിൻ തുറന്ന് അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരായുക, അർജുനെ പരിശോധിക്കുക എന്ന് തന്നെയാണ് ആദ്യ പരിഗണന. അതിനുശേഷമാകും ഈ ലോറി പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക. ആദ്യ പ്രയോറിറ്റി അർജുന് തന്നെയാണ്. അർജുന്റെ അവസ്ഥ എന്താണ് എന്ന് അറിയുന്നതിന് ആദ്യ പ്രയോറിറ്റി. അതിന് ഈ നേവി ഡൈവർമാരുടെ സംഘം അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം എത്തും. ഇന്നലെ ഒരു 10-10:30 വരെ അവിടെ തുടർന്നിരുന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥ അനുകൂലമായില്ല. അത് കാരണം ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ അതിരാവിലെ തന്നെ അല്പസമയത്തിനും നേവിയുടെ സംഘം അങ്ങോട്ടേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ 6-7 മണിയാകുമ്പോഴേക്കും നേവി ഡൈവേഴ്സും അകത്തേക്ക് പോകുന്നതാണ്. ഇന്നിതുവരെ പോയിട്ടില്ല. അധികം വൈകാതെ തന്നെ അവർ പോയി അവരുടെ ദൗത്യം തുടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, അതിനുശേഷമാകും അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞതിനു ശേഷമാകും ലോറി പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക. അത് ഉറപ്പായി
ഉറപ്പായും കുറച്ച് കഠിനാധ്വാനം ഉള്ള പണിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സൈന്യത്തിന് കുറച്ച് ഇത്തരം സംഭവങ്ങൾ ചെയ്ത് പരിചയമുള്ള സൈന്യത്തിന് അത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നതിനാവശ്യമുള്ള ക്രെയിൻ സംവിധാനങ്ങൾ, വിങ്ങർ സംവിധാനങ്ങൾ, ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഇതിന്റെ ചുറ്റുവട്ട മേഖലകളിൽ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകാവുന്ന തരത്തിൽ ക്രെയിനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആണ് റിട്ടയർഡ് മേജർ ഇന്ദർബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി ഇവിടെ എത്തുകയും ദൗത്യ സംഘവുമായും നേവിയുമായും ഒക്കെ ചർച്ച നടത്തുകയും ചെയ്ത് ഇന്ന് രാവിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഡ്രോൺ എന്ന് പറയുമ്പോൾ അതിശക്തമായ ഡ്രോണാണ്. അപ്പോൾ അതുവഴിയുള്ള പരിശോധനയിൽ നമ്മൾ സോണാറിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഇമേജുകൾ കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതുകൂടിയാകുമ്പോഴേക്കും ഈ ലോറി പുറത്തെത്തിക്കൽ ദൗത്യം കുറച്ച് എളുപ്പമാകുമെന്നാണ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോറിയുടെ കിടപ്പ്, ഈ ലോറിയുടെ ഘടന ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇതെവിടെയാണ് ടക്കൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതെവിടെയാണ് കെട്ടുക, ഇതെവിടെയാണ് ഹുക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഈ ലോറിയുടെ കിടപ്പ് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഉന്മേഷ് നമ്മളോട് ഇന്നലെ കാർവാർ എസ് പി പറഞ്ഞതാണ്, ലോറി കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്, പുഴക്കടിയിൽ കീഴ്മേൽ മറിഞ്ഞ് കിടപ്പാണ്. ആ മൺകൂനയ്ക്കും, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന മൺകൂനയ്ക്കും കരയ്ക്കും ഇടയിലായി പുഴയോട് ചേർന്നാണ് ആ ലോറി അങ്ങനെ കിടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആകാംക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്നത് അർജുനെ കുറിച്ച് തന്നെയാണ്. അതാ ഈ ദൗത്യത്തിന്റെ 10ാം നാൾ അല്പസമയത്തിനകം നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, പ്രൊവൈഡഡ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ രാത്രികാലങ്ങളിൽ വലിയ മഴ പെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ, നമ്മൾ താമസിച്ച മേഖലയിലൊന്നും വലിയ മഴ, അങ്ങനെ പെരുമഴ മിനിഞ്ഞാന്നൊക്കെ പെയ്ത പോലെയുള്ള ഒരു മഹാമാരി കണക്കെയുള്ള പെരുമഴ രാത്രികാലങ്ങൾ പെയ്തിട്ടില്ല. അതുതന്നെയാണ് മലമുകളിലെയും കാട്ടിലെയും ഒക്കെ അവസ്ഥയെങ്കിൽ, വൃഷ്ടിപ്രദേശങ്ങളിലെ അവസ്ഥയെങ്കിൽ അധിക ജലം ഈ ഗംഗാവാലി പുഴയിലേക്ക് ഒഴുകി വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നേവി ഡൈവർമാർക്ക് ജമ്പ് ചെയ്യാൻ പരുവത്തിന്, എന്ന് പറഞ്ഞാൽ ഈ ഗംഗാവാലി പുഴയിൽ കുത്തൊഴുക്ക് അവസാനിക്കില്ല, അത് ഉറപ്പ്. പക്ഷേ സേഫായി നമ്മുടെ നാവികസേനാംഗങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക മാത്രമാണ് പ്രധാനം. അങ്ങനെ ഒഴുക്കൽപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അധികം വൈകാതെ ദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ MLA മാരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നു ഉച്ചയോടുകൂടി തന്നെ, ഉച്ചയല്ല രാവിലെയോടുകൂടി തന്നെ, ഒരു 10, 10:30, 11 മണിയോടുകൂടി തന്നെ ഇതിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്നുള്ള MLA മാരുടെ പ്രതീക്ഷ. പക്ഷേ അതിലൊക്കെ പ്രശ്നം ഈ കാലാവസ്ഥ തന്നെയാണ് ഉന്മേഷ്. രാവിലെ തന്നെ മഴ പെയ്തു തുടങ്ങുന്നുണ്ട്, അന്തരീക്ഷം മേഘാവൃതമായി തന്നെ നിൽക്കുന്നുണ്ട്. മഴ അത്തരത്തിൽ ഇന്നലെയൊക്കെ പെയ്തുപോലെയുള്ള വലിയ മഴ പെയ്യുകയാണെങ്കിൽ, കൊടുങ്കാറ്റ് പോലുള്ള കാറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ദൗത്യം പിന്നെയും ദുഷ്കരമാകും. ഇതിനോടകം തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പുഴയുടെ മറുകരയ്ക്കിൽ പോകുമ്പോൾ രാവിലെ തന്നെ നേവിയുടെ ഡിങ്കി ബോട്ടുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ദൗത്യം തുടങ്ങിയിട്ടില്ല. ഒരു പക്ഷേ റിട്ടയർഡ് മേജർ ഇന്ദർബാലന്റെ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും രാവിലെ തന്നെ നടക്കാനാണ് സാധ്യത. അതും അല്പസമയത്തിനും നടക്കാനാണ് സാധ്യത. അതിനുശേഷമാകും ഒരു പക്ഷേ നേവിയുടെ ഡൈവർ സംഘം അങ്ങോട്ടേക്ക് എത്തുക, പുഴയ്ക്ക് അകത്തേക്ക് പോകാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉന്മേഷ്, ഇന്ന് 10ാം നാൾ, ദൗത്യത്തിന്റെ 10 നാളുകളാണ്, അത് ചെറിയ നാളുകളല്ല. ഏത് രീതിയിലാകും അർജുന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. 10 ദിവസം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവൻ സംബന്ധിച്ച് അത്തരം ദുഷ്കരമായ സാഹചര്യത്തിൽ ചെറിയ കാലയളവല്ല. നമ്മൾ ഇന്നലെ അർജുന്റെ ബന്ധുക്കളുമായൊക്കെ സഹോദരി ഭർത്താവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ജിതിൻ പറയുന്നുള്ളൂ. അവർ ഒരുപക്ഷെ വർസ്റ്റ് കേസ് സിനേറിയോ ഉണ്ടാവാനിടയുള്ളതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ച പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്ഭുതം, ഒരു മിറക്കിൾ എന്ന രീതിയിൽ കരുത്തോടെ അർജുൻ ആ പുഴയ്ക്ക് മുകളിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല ഈ ഘട്ടത്തിൽ. എന്തായാലും അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെ ഡൈവർ സംഘം ഗംഗാവാലി പുഴയ്ക്കുള്ളിലേക്കുള്ള പരിശോധന തുടങ്ങാൻ പോകുന്നു. അല്പസമയത്തിനകം, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രേക്ഷകരോട് നമുക്ക് ഈ തെരച്ചിലിന്റെ ശിരൂരിന്റെ മിഷൻ അർജുന്റെ അന്തിമ ഫലം അറിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ആദ്യ പ്രയോറിറ്റി അർജുൻ തന്നെയാണ്. അതിനുശേഷമാകും ലോറി പുറത്തെത്തിക്കുക എന്നതിൽ വിശദമായ പരിശോധനയും വിശദമായ അന്വേഷണവും നടക്കുക. ഉന്മേഷ്, ശരി. ഹാഷ്മിയിലേക്ക് എത്താം. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഇനിയും പ്രധാനപ്പെട്ട, ഏറെ നിർണായകമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉള്ള ഒരു ദൗത്യമാണ് നടക്കാനിരിക്കുന്നത്. ആ ലോറി എവിടെയെന്ന് കൃത്യമായി ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പുറത്തെത്തിക്കും എന്നുള്ളത് ചോദ്യമാണ്. ശ്രമകരമായ ദൗത്യമാണ്. ഇന്നലെ നേവിയുടെ മുങ്ങൽ വിദഗ്ധ സംഘം അവിടേക്ക് എത്തുന്നു. പെരുമഴ പെയ്യുന്നു. അവർക്ക് അവിടെ ഇറങ്ങാൻ കഴിയാതെ മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് കൂടിയാണല്ലോ. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിൽക്കുന്നു. അതും വെല്ലുവിളിയാണ്. ഇന്ന് ഈ ദൗത്യത്തിൽ അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഷഫീദ്, കേൾക്കാമെങ്കിൽ. ഉന്മേഷ, കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഇന്ന് തെരച്ചിൽ ഇതുവരെ നടത്തിയതിനേക്കാൾ കാര്യമായ രീതിയിൽ നടത്തും എന്നുള്ളതാണ്
ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ റെസ്ക്യൂ സംഘവും അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം തിരച്ചിൽ ആരംഭിക്കാനാണ് നിലവിലിപ്പോൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3 പ്രധാനപ്പെട്ട പരിശോധനകൾ, 3 പ്രധാനപ്പെട്ട തിരച്ചിൽ നടപടികൾ അത് ഇന്ന് ശിരൂരിലെ ഇവിടെ ഉണ്ടാകും, ഈ അപകട മേഖലയിൽ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ കാര്യം ഡ്രോൺ പരിശോധനയാണ്. നമ്മുടെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ഡ്രോൺ പരിശോധന നടത്തും. അത് ഒരു പ്രിസൈസ് ലൊക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ആ ഡ്രോൺ പരിശോധന നടത്തുക. അതേസമയം തന്നെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ നദീതടത്തിലെ മണ്ണടക്കമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്ന നീക്കം രാവിലെ തന്നെ തുടങ്ങും. അപ്പോൾ തന്നെ ഈ സ്ക്യൂബ സംഘം, അതായത് ഡീപ് ഡൈവിംഗ് ഉള്ള വശമുള്ള സ്ക്യൂബ സംഘം, അവരും നേവിയുടെ സ്ക്യൂബ സംഘവും തെരച്ചിൽ നടത്തും. ഏതെങ്കിലും രീതിയിൽ ഇത് കണ്ടെത്തുക, അതായത് ഈ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ എവിടെ, ആ ക്യാബിനിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അതാണ് അറിയേണ്ടത്. അത് കണ്ടെത്താൻ സ്ക്യൂബ സംഘത്തിലെ ഡീപ് ഡൈവേഴ്സ് അവരായിരിക്കും അതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ ആ സമയത്ത് നടത്തുക. അതേസമയം ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ നദീതടത്തിലെ മണ്ണ് കുറച്ചുകൂടി ഇടിച്ച് താഴേക്കിട്ട് അവിടെ എക്സ്കവേറ്റർ ഇറങ്ങി തിരച്ചിൽ നടത്താനുള്ള നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തും എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. പ്രോബബ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 7 മണിക്ക് തന്നെ തെരച്ചിൽ നടപടികൾ ആരംഭിക്കും. ശിരൂരാണ്, കൊങ്കൺ ജോഗ്രഫിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വെളിച്ചം കാര്യമായി വീഴുന്ന ഒരു സമയം അത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. 8 മണിയോടുകൂടി ഡ്രോൺ പരിശോധനാ സംഘം ഈ അപകട മേഖലയിലേക്ക് എത്തി 9 മണിയോടുകൂടി അവരുടെ പരിശോധന ആരംഭിക്കും. പക്ഷെ അതിനു മുൻപേ സ്ക്യൂബ സംഘം അവിടേക്ക് എത്താൻ നമ്മൾ ഇന്നലെ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അതായത് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഡിങ്കി ബോട്ടുകളിൽ ആ ട്രക്ക് ഉണ്ട് എന്ന് സൂചന ലഭിച്ച സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും നമുക്ക് പ്രതിസന്ധിയാകുന്നത് ഹഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിന്ന നിപ്പിന് മഴ പെയ്യുന്ന ഒരു പ്രകൃതിയാണുള്ളത്. അതായത് ഇപ്പോൾ കുറച്ചു നേരം മഴയുണ്ടായിരുന്നു, അതിനുശേഷം മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഏത് രീതിയിലേക്ക് അത് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ പോകും എന്നുള്ളത് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല ഈ മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ ചെങ്കുത്തായ വലിയ പ്രദേശമാണ്, അവിടെ ഇങ്ങനെ കുത്തിയൊലിച്ച് ഗംഗാവാലി നദിയിൽ ജലനിരപ്പ് ഉയരും, അതേപോലെ തന്നെ അടിയൊഴുക്കുണ്ടാകും. അതൊക്കെ സ്ക്യൂബ സംഘത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഈ 3 പ്രധാനപ്പെട്ട തിരച്ചിൽ സംഘത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ തിരച്ചിൽ നടപടികൾക്കും അത് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഏത് വിധേനയും ഇന്ന് ട്രക്കിന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഒറ്റ കാര്യമാണ് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും ഇതുമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് നമുക്ക് ഈ ട്രക്ക്, അതായത് നമ്മൾ 10ാം നാൾ നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ത് പറ്റിയെന്നറിയാൻ. അപ്പോൾ ഈ 10ാം നാളിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം നിർണായകമായി മാറുകയാണ്. അത് കഴിഞ്ഞ ദിവസം കാർവാർ MLA അടക്കമുള്ള ആളുകൾ, സതീഷ് കൃഷ്ണ സെയിൽ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞതാണ്. ഏതായാലും ആ 10ാം നാൾ ആകാംക്ഷയുടെ നാളാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ത് പറ്റിയെന്നുള്ളതിൽ ഏറ്റവും നമ്മൾ കൗതുകത്തോടുകൂടി എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ള കാര്യം അതറിയണം. നമ്മുടെ കാത്തിരിപ്പാണ്, വേദനയോടെയുള്ള നമ്മുടെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് 9 ദിവസത്തെ ദൈർഘ്യമുണ്ട്. ഇന്നലെ ഒരൊറ്റ ദിവസം, അത് അതിന്റെ ഓരോ മണിക്കൂറുകളും നമുക്ക് ഓരോ ദിവസമായി ഫീൽ ചെയ്ത ദിവസമാണ്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന വളരെ നിർണായകമായ നീക്കങ്ങളിൽ വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മൾ റിസൾട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ മോശം കാലാവസ്ഥ, വളരെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വളരെ അതിശക്തമായ മഴ പെയ്തതാണ് അതിന് തിരിച്ചടിയായത്. ഏതായാലും ആ രീതിയിലുള്ള തിരച്ചിൽ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. 7 മണിയോടുകൂടി ഇക്കാര്യത്തിൽ നമുക്ക് ഒരു നീക്കം അത് രക്ഷാദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഉന്മേഷ്. ഷഫീദ് റൌത്താണ് വിവരങ്ങൾ നൽകിയത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ തുടരുന്നുണ്ട്. ഹാഷ്മി, പുതിയ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ള വിവരം വരുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചാൽ കർശന നടപടിയെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. 2 മണിക്കൂർ ഇടവിട്ട് വിവരം കൈമാറുമെന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിക്കുന്നു. ഇന്നത്തെ തെരച്ചിലിന്റെ മേൽനോട്ടത്തിനായി കർണാടക ലോ ആൻഡ് ഓർഡർ ADGP R ഹിതേന്ദ്രയെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടത്താനുള്ള നീക്കം, ആ നിലയ്ക്ക് ദൗത്യം ഇന്ന് നിർണായകമാണല്ലോ. അപ്പോഴും കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണ്. ഏത് തരത്തിൽ ഇന്നത്തെ ദൗത്യം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹാഷ്മി. ഉന്മേഷ്, കാണാം ഒരു വലിയ പോലീസ് വാഹനം നിറയെ പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ കവാടത്തിലും നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ പോലീസ് ബന്ദോബസ്തുണ്ട്. ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കടത്തില്ല എന്നുള്ളതാണ്, വേണ്ട എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലെ
കാർവാർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ദൗത്യ മേഖലയിലേക്ക് നമ്മുടെ ഈ പറയുന്ന സാങ്കേതിക സംവിധാനങ്ങൾ, ഫോണുകളൊക്കെ വരുമ്പോൾ സിഗ്നൽ പ്രശ്നം, ഈ ഡ്രോൺ അതിനുള്ള സിഗ്നൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണെങ്കിലും മാധ്യമങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാനാണെങ്കിലും അത് രണ്ടാണെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അകത്തേക്ക് പോകേണ്ടതില്ല. നമ്മൾ ഇന്നലെയും അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ ബൂം സ്കേറ്റർ കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രവർത്തനം കാണിക്കാൻ വേണ്ടി MLA മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് കൊണ്ടുപോയതാണ്. അതല്ലാതെ മാധ്യമങ്ങൾ സ്വമേധയാ പോയതല്ല. എന്തായാലും ഇത് കർശന നിയന്ത്രണമാണ്. ആ നിയന്ത്രണത്തിന്റെ കാരണം ഇന്ന് ഒരു ഫൈനൽ തെരച്ചിൽ, ഏറ്റവും നിർണായകമായ ഒരു തെരച്ചിൽ നടക്കുമെന്നുള്ളതാണ്. എല്ലാവരും അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഉചിതം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ തെരച്ചിലിന്റെ മേൽനോട്ടത്തിനെ കർണാടക ലോ ആൻഡ് ഓർഡർ ADGP R ഹിതേന്ദ്രയെ മുഖ്യമന്ത്രി നേരിട്ട് നിയോഗിക്കുകയാണ്. അത് ഈ പറയുന്ന സങ്കീർണ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് തെരച്ചിലിന്റെ മേൽനോട്ടം അത്തരത്തിലൊരു സ്പെഷ്യൽ ചുമതല ഒരാളെ ഏൽപ്പിക്കുന്നത്. കാലാവസ്ഥ തന്നെയാണ് പ്രശ്നം. ഉന്മേഷ്, ഇപ്പോൾ രാവിലെ ഒരു പെരുമഴ, നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു വലിയ മഴ പെയ്തൊഴിഞ്ഞതേ ഉള്ളൂ. ആ മഴ പെയ്തു മാറി ഇനിയിപ്പോൾ കാലാവസ്ഥ എന്ന് തെളിഞ്ഞാൽ വളരെ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഭകരമായി പര്യവസാനിക്കും. അല്ലെങ്കിൽ വലിയ മഴ പെയ്യുകയാണെങ്കിൽ, മഴ ഇവിടെ മാത്രമല്ല ഇതിന്റെ മലയോര മേഖലകളിലൊക്കെ കനത്ത മഴയായിരിക്കും. മഴ പെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും അടിയൊഴുക്കിലേക്ക് എത്തും. അപ്പോൾ പിന്നെയും നേവിയുടെ ഡൈവർ സംഘത്തിന് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇന്ന് ഏറ്റവും പ്രധാനം ഏത് വിധേനയും ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഈ ലോറിയുടെ അകത്തേക്ക് അല്ലെങ്കിൽ പുഴയുടെ അകത്തേക്ക്, ലോറിയുടെ അടുത്തേക്ക് പോവുക, അതിന്റെ ക്യാബിൻ പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോറി ഉയർത്തൽ ആർമിക്ക് അല്ലെങ്കിൽ സേനാ വിഭാഗത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഒരുപാട് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കരുതുന്ന അത്ര ദുഷ്കരമായ രീതിയിലാവില്ല സേനയ്ക്ക് ആ ലോറി ഉയർത്തലെന്ന് അറിയാൻ കഴിയുന്നു. ഇത് പുഴയിലേക്ക് ഇറങ്ങൽ എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങൽ ആണ് ഏറ്റവും ദുഷ്കരം. അതിനുശേഷം ഇത് ലോക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷമാണ് ഇത് ഹുക്കിടുക ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് ലോറി ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് സേന നൽകുന്ന ആത്മവിശ്വാസം. കാര്യം സമാനമായ രീതിയിൽ ഇതിലും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ഇത്തരം വലിയ വലിയ ഒബ്ജക്റ്റുകൾ ഇതിലും ദുർഘട വഴികളിൽ നിന്ന് ഉയർത്തിയ പാരമ്പര്യമുള്ള സൈന്യത്തിന് ഇത് വലിയ ഒരു ആനക്കാര്യം എന്ന് പറയാനില്ല. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ പടിയാണ്. ഉന്മേഷ വാഹനം ഉയർത്തുന്നതിന് നേവിയുടെ ഈ ഡൈവർ സംഘത്തിന് പുഴയ്ക്കുള്ളിലേക്ക് പോവുകയും വാഹനം ലോക്ക് ചെയ്യുകയും അതിൽ ഹുക്ക് ചെയ്യുകയും ചെയ്യണം. അതാണ് പ്രധാനം. അതിനേക്കാളൊക്കെ പ്രധാനം ഇത് തലകീഴായി കിടക്കുന്ന ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തേക്ക് നേവിയുടെ ഒരു സംഘാംഗത്തിന് പോകേണ്ടതുണ്ട്. അത് തുറക്കേണ്ടതുണ്ട്. അത് തുറന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അർജുന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ ആ കാര്യം തന്നെയാണ് ഏറ്റവും നിർണായകം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ലോറി ഉയർത്തൽ പോലെയുള്ള സാങ്കേതിക കാര്യങ്ങൾ. അതിനുശേഷവും വളരെ പെട്ടെന്ന് തന്നെ ലോറി ഉയർത്തുക എന്ന ദൗത്യത്തിലേക്ക് സംഘം കടക്കും. അർജുന്റെ കാര്യത്തിൽ എന്താണ് എന്ന അവസ്ഥ നോക്കിയതിനു ശേഷം അക്കാര്യത്തിന്റെ തുടർ നടപടികൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ലോറി ഉയർത്തലിലേക്ക് കടക്കും സൈന്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനാവശ്യമായ ക്രെയിനുകളും വിഞ്ചുകളും ഒക്കെ ഇതിനോടകം തന്നെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, എത്തിക്കാൻ കഴിയും. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് മാധ്യമങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കടുത്ത നിയന്ത്രണമാണ്. ഇന്നലെ തന്നെ ഡ്രോൺ പറത്തുന്നതിന് വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നലെ ഡ്രോൺ പറത്തുന്നതിൽ കേസെടുക്കും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതൽ കർശനമായ നിർദ്ദേശമാണ് ഡ്രോൺ പറത്തരുത് എന്നുള്ള കാര്യം. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് പോലീസ് പറയുന്നതെന്ന് അറിയില്ല. നമുക്കറിയില്ല. ഇപ്പോൾ ഇത് 10ാം നാളുള്ള ദൗത്യമാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ആ വിഷ്വൽ അവർ പറയുമ്പോൾ എടുത്താൽ മതി ആ ദൃശ്യങ്ങൾ എന്നുള്ളതായിരിക്കാം ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം. ശരിയാണ്, ആ നിർദ്ദേശം ഒരു പരിധിവരെ വേറെ അർത്ഥത്തിൽ നോക്കിയാൽ ശരിയുമാണ് ഉന്മേഷ്. എന്തായാലും ഡ്രോൺ പറത്തരുത്, മാധ്യമങ്ങൾ ഈ തെരച്ചിൽ നടക്കുന്ന പ്രദേശത്തേക്ക് ഇന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഇതിന്റെ വേറൊരു വഴി ഇവിടെ പുഴയുടെ മറുകരയിലെത്തുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അവിടെയും പോലീസ് ബന്ദോബസ്ത് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ നമ്മൾ ഈ വഴികളിലൊക്കെ വരുമ്പോൾ കൂടുതൽ പോലീസുകാരെയൊക്കെ കാണുക, പോയ ദിവസങ്ങളിൽ കാണാത്തതുപോലെ കൂടുതൽ പോലീസുകാരെയൊക്കെ കാണുന്നു. ഇതുപോലുള്ള വണ്ടികൾ കൂടുതൽ പോലീസുകാരും കൊണ്ടൊക്കെ വരുന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടയിൽ രാവിലെ അധികം വൈകാതെ തന്നെ നേവിയുടെ ഇന്നത്തെ രക്ഷാദൗത്യം തുടങ്ങാൻ പോകുന്നു. മഴ ഇപ്പോഴൊന്ന് ചെറുതായി ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇത് തോർച്ച എന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന മഴ തോരുന്നതല്ല, ഉറപ്പായി മഴ തോരുന്നതല്ല. ഇന്നും കാലാവസ്ഥാ പ്രവചനം ഓറഞ്ച് അലർട്ട്, ഇടവിട്ട മഴ പെയ്യുമെന്ന് തന്നെയാണ് ഇന്നും കാലാവസ്ഥാ പ്രവചനം. പക്ഷെ വലിയ കാറ്റടിക്കാതിരുന്നാൽ, മലമേഖലകളിൽ വലിയ മഴ പെയ്യാതിരുന്നാൽ ഇന്നിപ്പോൾ ഒരു 10-10:30-11 മണിയോടുകൂടി തന്നെ നമുക്ക് ഒരു വിവരം അവിടെ നിന്ന് അറിയാൻ കഴിയും. ഉന്മേഷ്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമും ഒപ്പം ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകിയത്.
വീണ്ടും പ്രഭാത വാർത്തയിലേക്ക് ഇപ്പോൾ അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട് ഷിരൂർ രക്ഷാദൗത്യ മേഖലയിൽ നിന്ന്. അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിർണായക ദിനമാണ് രക്ഷാദൗത്യത്തിൽ. ഇപ്പോൾ അരുൺ നിൽക്കുന്നത് എവിടെയാണ്? ഈ ദൗത്യം എപ്പോൾ ആരംഭിക്കുമെന്നുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളുണ്ടോ അരുൺ? ഉന്മേഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവലിപ്പുഴയുടെ ഓരത്താണ്, ഗംഗാവലിപ്പുഴയുടെ അടുത്താണ്, അതിൻ്റെ കരയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഗംഗാവലിപ്പുഴ ഇപ്പോഴും നല്ല രീതിയിൽ കുത്തൊഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു. രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷേ അതിരാവിലെ ഉണ്ടായ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു, വെളിച്ചമൊക്കെ വന്നിരിക്കുന്നു. ഈ തെരച്ചിൽ ഒരു 8 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും, പൂർണ്ണമായും ആരംഭിക്കും. ഈ ലോറി അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഒപ്പം അർജുനെ ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 മണിയോടുകൂടി ഒരു ചിത്രം നമുക്ക് വരും. എങ്ങനെയാണ് ഈ പരിശോധന, ഈ ഒരു രക്ഷാപ്രവർത്തനം, ഈ ദൗത്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് 8 മണിയോടുകൂടി കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉന്മേഷ്, ആ റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ റോഡൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതം ഭാഗികമായി ഈ റോട്ടിലൂടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അപകടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലും, ഞാൻ ഇന്ന് രാവിലെ വന്നത് ആ സ്ഥലത്തു കൂടിയാണ്, ആ റോട്ടിലൂടെയാണ്. അങ്ങനെ ഒരു അപകടം ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടോ എന്നുകൂടി സംശയം വരുന്ന രീതിയിലേക്ക് ആ റോഡ് മാറിയിരിക്കുന്നു. വലിയ വാഹനങ്ങളൊക്കെ തന്നെ, ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കിടന്നിരുന്നു. അതായത് ഇവിടെ ഈ റോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തുകിടന്നിരുന്ന 250-ലധികം ട്രക്കുകളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അവരൊക്കെ തന്നെ അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. കാരണം റോഡൊക്കെ ക്ലിയർ ചെയ്തു. ഇനി പുഴ കേന്ദ്രീകരിച്ച് മാത്രമാണ്, അതായത് ഈ പുഴയിലുള്ള വാഹനം, അതിനുള്ളിൽ നിന്ന് അർജുനെ പുറത്തെടുക്കുക, ഈ വാഹനം ഉയർത്തുക, അതിനുള്ള സാധ്യതകൾ മാത്രമാണ്. അതിനുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ആ വാഹനമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സാനി എക്സ്കവേറ്റർ റോഡരികിൽ നിർത്തിയിട്ടുണ്ട്. ഒപ്പം ക്രെയിനുണ്ട്, JCBകളുണ്ട്. എല്ലാ വാഹനങ്ങളും നമുക്ക് ആ റോഡരികിൽ കാണാം. പക്ഷേ പോലീസോ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുന്നതേ ഉള്ളൂ. റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതമൊക്കെ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഒപ്പം ഈ ഗംഗാവലിപ്പുഴ ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ്. പല സ്ഥലങ്ങളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഗംഗാവലിപ്പുഴയുടെ വെള്ളം, അതായത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ അടിയൊഴുക്ക് രൂക്ഷമായ സാഹചര്യമാണ്. കർണാടക ഉൾവനത്തിലൊക്കെ തന്നെ ഇപ്പോഴും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലം, അതായത് നമുക്ക് ഈ കൃത്യമായി തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. ആ റോഡിന് സൈഡിൽ ആ മല, അതായത് ഷിരൂരിൽ കുന്നിടിഞ്ഞതിന് തൊട്ടിപ്പുറത്തൊക്കെ, ആ കുന്നിടിഞ്ഞ ഭാഗത്തൊക്കെ ഈ മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ചാടുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്രത്തോളം വെള്ളം ഈ മലയിലുണ്ട്, കാടുകളിൽ മഴ പെയ്യുന്നുണ്ട്. ഈ അടിയൊഴുക്ക് രൂക്ഷമാണ്. ഈ അടിയൊഴുക്കിനെ ശരിയാണ് അരുൺ. ഏതായാലും അവിടെ കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് വെല്ലുവിളി ആകും ഇന്ന്. കാരണം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടെങ്കിൽ അത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുമെന്നാണ് അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അമ്പെയ്ത്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ റാങ്കിംഗ് റൗണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. ഫുട്ബോൾ, റഗ്ബി, ഹാൻഡ്ബോൾ ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. നാളെയാണ് ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കം. ഇന്ത്യയുടെ പാരീസ് പ്രയാണത്തിന് അമ്പെയ്ത്തോടെ തുടക്കമാവുന്നു. ഇന്ത്യൻ പ്രതീക്ഷകളുമായി വെല്ലുകുലയ്ക്കുന്നത് 6 താരങ്ങൾ. പുരുഷ വിഭാഗത്തിൽ ധീരജ് ബൊമ്മദേവര, തരുൺ ദീബ്രായ്, പ്രവീൺ ജാദവ്. വനിതാ വിഭാഗത്തിൽ മുൻ ലോക 1-ാം നമ്പർ ദീപിക കുമാരി, ഭജൻ കൗർ, അങ്കിത ഭഗവത്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ പ്രാതിനിധ്യമുള്ള ഏക ഇനമാണ് അമ്പെയ്ത്ത്. പുരുഷ, വനിതാ, വ്യക്തിഗത, ടീം വിഭാഗങ്ങളിലും മിക്സഡ് റൗണ്ടിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. റാങ്കിംഗ് നിശ്ചയിക്കുന്ന റൗണ്ടാണ് ഇന്ന് നടക്കുന്നത്. 64 വീതം താരങ്ങൾ പുരുഷ, വനിതാ വിഭാഗങ്ങളിൽ മത്സരരംഗത്ത്. 70 മീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് 72 തവണ ഓരോ താരങ്ങളും അമ്പെയ്യണം. നേടുന്ന പോയിന്റിനനുസരിച്ച് താരങ്ങൾക്ക് റാങ്ക് നൽകും. ഈ റാങ്ക് അനുസരിച്ചാണ് അടുത്ത റൗണ്ടിലെ മത്സരക്രമം തയ്യാറാക്കുന്നത്. 1-ാം സ്ഥാനത്ത് വരുന്നയാൾ 64-ാം റാങ്കിലുള്ളയാളെയും
രണ്ടാം സ്ഥാനത്തുള്ളയാൾ 63-ാം റാങ്കിലുള്ള ആളെയും നേരിടും. ഈ തരത്തിലാണ് സീഡിംഗ് തീരുമാനിക്കുക. അതായത് താരതമ്യേന ദുർബലരായ എതിരാളികളെ ലഭിക്കണമെങ്കിൽ റാങ്കിങ്ങിൽ മുന്നിലെത്തണമെന്ന സാരം. ഈ റാങ്കുകൾ തന്നെയാണ് ടീം മിക്സഡ് വിഭാഗങ്ങളിലെയും മത്സരക്രമം തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. വനിതാ റാങ്കിംഗ് റൗണ്ട് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങും. പുരുഷ വിഭാഗം മത്സരം 5:45-നും. ദീപിക കുമാരിയുടെയും തരുൺ ദീപിന്റെയും എല്ലാം മിന്നം ഫോം അമ്പയത്തിലെ ചരിത്ര മെഡൽ ഇന്ത്യക്ക് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ, റഗ്ബി ആദ്യ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനൊപ്പം ഹാൻഡ്ബോൾ മത്സരത്തിനും ഇന്ന് തുടക്കമാവും. പുരുഷ ഫുട്ബോളിൽ 12:30-ക്ക് ആതിഥേയരായ ഫ്രാൻസ് അമേരിക്കയെ നേരിടും. വനിതാ വിഭാഗത്തിൽ രാത്രി 10:30-ക്ക് ബ്രസീൽ നൈജീരിയ പോരാട്ടവും ഇന്നുണ്ട്. ലോകോത്തര താരങ്ങൾ മുഖാമുഖം വരുന്ന വേദി കൂടിയാണ് ഒളിമ്പിക്സ്. ഇക്കൂട്ടത്തിലെ മിന്നും താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. 206 രാജ്യങ്ങളിൽ നിന്നായി പാരീസിലെത്തുന്നത് 10,500 അത്ലറ്റുകൾ. ഇക്കൂട്ടത്തിൽ പ്രത്യേകം കണ്ണുവെക്കേണ്ട ചിലരുണ്ട്. ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമൻ നമ്മുടെ നീരജ് ചോപ്ര തന്നെ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ്. ലോക ചാമ്പ്യൻഷിപ്പിലും ഡയമണ്ട് ലീഗിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും എല്ലാം സ്വർണ്ണമണിഞ്ഞ ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിലും ഫേവറേറ്റ്. സിമോൺ ബൈൽസ് 2016 റിയോ ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിൽ 4 സ്വർണവും 1 വെള്ളിയും നേടിയ ഈ അമേരിക്കക്കാരി 2020 ടോക്കിയോയിൽ മത്സരങ്ങൾക്കിടെ പിന്മാറിയത് വലിയ ചർച്ചയായി. കായിക താരങ്ങളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചു. വൻ തിരിച്ചുവരവ് നടത്തിയ സിമോൺ ബൈൽസിന് പലതും തെളിയിക്കാനുണ്ട് പാരീസിൽ. അർമാൻഡ് ഡുപ്ലാന്റിസ് പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ് 8 തവണ തിരുത്തിക്കുറിച്ച ഈ സ്വീഡിഷുകാരന്റെ ലക്ഷ്യം 2ാം ഒളിമ്പിക് സ്വർണം. ഷെല്ലി ആൻഡ് ഫ്രൈസർ പ്രൈസ് 2008-ലെയും 2012-ലെയും 100 മീറ്ററിലെ വേഗറാണിയായ ഷെല്ലി ഈ ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 37-ാം വയസ്സിലും ട്രാക്കിലെ മിന്നൽ പിണറായ ഈ ജമൈക്കക്കാരി തന്നെയാണ് ഇത്തവണയും 100 മീറ്ററിലെ ശ്രദ്ധാകേന്ദ്രം. നോഹ ലൈൽസ് 100, 200 മീറ്ററുകളിലെ ലോക ചാമ്പ്യനായ ഈ അമേരിക്കക്കാരനാണ് ഇത്തവണത്തെ 100 മീറ്ററിലെ ഫേവറേറ്റുകളിലൊന്ന്. റാഫേൽ നദാൽ ക്ലേക്കോട്ടിലെ രാജാവ് ടെന്നീസിലെ 2ാം ഒളിമ്പിക് സ്വർണം ലക്ഷ്യമിട്ടാണ് ഇത്തവണ പാരീസിലെത്തുന്നത്. കാർലോസ് അൽക്കാരസിനൊപ്പം ഡബിൾസിലും സ്പെയിനായി കളിക്കും റാഫ. നീന്തൽക്കുളത്തിലെ സ്വർണ്ണ മത്സ്യങ്ങളാകാൻ അമേരിക്കയുടെ കാലബ് ഡ്രസ്സിലും കാത്തികളെടുക്കുകയും ഇത്തവണയുമുണ്ട്. ദീർഘദൂര ഓട്ടക്കാരൻ എലൂദ് കിപ്ചോഗെ, ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസ് തുടങ്ങിയ താരങ്ങളിൽ താരമായവർ ഏറെയുണ്ട് പാരീസിലെ നക്ഷത്രക്കൂട്ടത്തിൽ. നമ്മൾ കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നടത്തിയ തെരച്ചിലിൽ ഷിരൂരിൽ ഇന്ന് 10ാം ദിവസമാകുന്നു. ഇന്നലെ വൈകിട്ടോടെ ഒരു ലോറി സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ന് തീർച്ചയായിട്ടും ആ രീതിയിലാണ് തെരച്ചിലുകളെല്ലാം തന്നെ പുരോഗമിക്കുക. രക്ഷാദൗത്യം ആ രീതിയിൽ ഇന്ന് രാവിലെ തന്നെ തുടങ്ങും. നമ്മുടെ ടീം അംഗങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. മഴ വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. എങ്കിലും ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ലോറിക്ക് ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരച്ചിൽ അതിരാവിലെ തന്നെ തുടങ്ങും. ആ വാർത്തകളിലേക്ക് നമ്മൾ എത്തും. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര ബജറ്റിനെതിരെ പാർലമെന്റിലെ ഇരുസഭകളിലും ഇന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. രാജ്യസഭയിലും ലോക്സഭയിലും വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതേസമയം പാർലമെന്റിലെ ഇരുസഭകളിലും ഇന്നും ബജറ്റ് അനുബന്ധ ചർച്ചയുണ്ടാകും. ചർച്ച അവസാനിക്കുന്ന മുറയ്ക്ക് ഇരുസഭകളിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉപസംഹാര പ്രസംഗവും നടത്തും. ബജറ്റ് വിഷയത്തിൽ പാർലമെന്റിന് പുറത്തും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകും. ഇന്നലെ നടത്തിയതിന് സമാനമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിന്റെ പുറത്ത് നടത്തുക. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ വിഷയത്തിൽ ഇന്നും പ്രതിഷേധം പാർലമെന്റിന് പുറത്തു തന്നെ തുടരും. കേരളവും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഇന്നലത്തെ പ്രതിഷേധം.
കാലാവസ്ഥയിലേക്കാണ്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ 2 കുട്ടികൾ കോഴിക്കോട് ചികിത്സയിൽ തുടരുകയാണ്. കണ്ണൂർ സ്വദേശിയായ 3 വയസ്സുകാരൻ വെന്റിലേറ്ററിലാണ്. കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടേഴ്സ് അറിയിച്ചു. ഇരുവർക്കും ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്ന് ഉൾപ്പെടെ നൽകുന്നു. അതേസമയം 2 പേരുടെയും സ്രവ പരിശോധനയുടെ ഫലം ഇന്ന് ലഭിച്ചേക്കും. പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് കാർഗിലെ യുദ്ധസ്മാരകത്തിൽ ഇന്ന് തുടക്കമാകും. പാകിസ്ഥാനെതിരെ 1999 ഇന്ത്യ നേടിയ കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികമാണ് ഇത്തവണ രാജ്യം ആഘോഷിക്കുന്നത്. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെയായിരുന്നു കാർഗിൽ യുദ്ധം നീണ്ടത്. 527 ധീര സൈനികർ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു. നാളെ കാർഗിൽ നടക്കുന്ന വിജയ് പരിപാടിയുടെ ഭാഗമായി പ്രധാന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിൽ വിശദീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഡെമോക്രാറ്റിക് പാർട്ടിയെയും രാജ്യത്തെയും ഒന്നിപ്പിക്കുന്നതിനാണ് തീരുമാനമെന്നാണ് വിശദീകരണം. പുതിയ തലമുറ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ജോ ബൈഡൻ വ്യക്തമാക്കി. രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന കരുത്തുറ്റ നേതാവായതുകൊണ്ടാണ് കമല ഹാരിസിനെ നിർദ്ദേശിച്ചതെന്നും ബൈഡൻ പറഞ്ഞു. അമേരിക്കൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്നും ബൈഡൻ ആഹ്വാനം ചെയ്തു. നമ്മളിനി വീണ്ടും ഷിരൂരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട്. ഹാഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ട്രക്ക് എവിടെയാണുള്ളത്, അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അത് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമാകും ട്രക്ക് ഉയർത്താനുള്ള നടപടികൾ എന്നാണ് ഇന്നലെ മുതൽ പറഞ്ഞത്. ഇന്നും ആ കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നു. രാവിലെ ഇപ്പോൾ തെരച്ചിൽ തുടങ്ങാനുള്ള നടപടികളായി കഴിഞ്ഞോ? രാവിലെ ആരും എത്തിയിരുന്നില്ലല്ലോ ഹാഷ്മി. സ്മിത, അല്പസമയത്തിനകം തന്നെ അത് നടപടികൾ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷിരൂരിൽ രാവിലെ ഒരു പെരുമഴ പെയ്തു. ഇന്നിപ്പോൾ അതിനുശേഷം ആ മഴ തോർന്നു. ഇപ്പോൾ ആകാശം ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞു നിൽക്കട്ടെ എന്നാണ് ആഗ്രഹിക്കാൻ കഴിയുക. സ്മിത, കാര്യം ഇന്നലെയൊക്കെ അസാധ്യമാവണ്ണം സമാനതകളില്ലാത്ത വലിയ പെരുമഴയും വലിയ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റുമൊക്കെ ആയിരുന്നു. അത് രക്ഷാദൗത്യ സംഘത്തിന് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല. മഴ പെയ്യുന്നത് ഇവിടെ മാത്രമല്ല, ഈ മലയോര മേഖലകളിൽ മലയോര വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഒഴുകി ഗംഗാവലിപ്പുഴയിലേക്ക് ഇറങ്ങിയാൽ അടിയൊഴുക്ക്, കനത്ത അടിയൊഴുക്കാകും. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അടിയൊഴുക്കാകും. വലിയ കറണ്ട് അവിടെ ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഇന്നലെ നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാത്രി മെനിഞ്ഞാന്നൊക്കെ രാത്രി നമ്മൾ താമസിക്കുന്ന മേഖലകളിലും ഇവിടെയൊക്കെ രാത്രി വലിയ മഴയുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ രാത്രി അങ്ങനെ ഭീകരമായ മഴ പെയ്തില്ല. ആ മഴ പെയ്യാതിരുന്നത് മലയോര മേഖല കൂടി അത്തരത്തിൽ മഴ പെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അടിയൊഴുക്കിന് അല്പം ഒരു ശമനം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ അടിയൊഴുക്ക് പൂർണ്ണമായി മാറിയതിനു ശേഷം ഇറങ്ങാം എന്ന നിലയ്ക്കല്ല നേവി ഡൈവർ സംഘം കരുതുന്നത്. ഡൈവർ സംഘത്തിന് ഏത് സമയത്താണ് ഇറങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ സാഹചര്യം ഉണ്ടാവുക, അപ്പോൾ തന്നെ ജമ്പ് ചെയ്യുക എന്ന രീതിയിലാണ് നാവികസേന ഡൈവർ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത് സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. സ്മിത, നമ്മൾ ഈ നീണ്ട 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ 9 നാൾ യാതൊരു സൂചനയുമില്ലാത്ത കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെയാണ് വളരെ കൃത്യമായ സൂചന എന്ന് പറഞ്ഞാൽ ഈ ട്രക്ക് എവിടെയാണെന്ന് കണ്ടെത്തുന്നു. ഇന്നലെ കാർവാർ എസ് പി നമ്മളോട് പറയുന്നത് ഈ ലോറി കീഴ്മേൽ മറിഞ്ഞിങ്ങനെ ടയർ മുകളിലായി കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ കാർവാർ എസ് പി നമ്മളോട് പറഞ്ഞത്. അത് അപ്പം ഈ വാഹനം എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു. അത് കൃത്യം മൺകൂനയ്ക്കും കരയ്ക്കുമിടയിൽ കരയോട് ചേർന്ന ഭാഗത്ത് തന്നെയാണെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ പരമപ്രധാനം ഈ ലോറിക്കടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. നാവികസേന പറയുന്നു ലോറി ഉയർത്തലല്ല പ്രയോറിറ്റി, അർജുനാണ് പ്രയോറിറ്റി. വളരെ പെട്ടെന്ന് ഈ ലോറിക്കരികിലേക്ക് എത്തുക, അതിന്റെ ക്യാബിനിലേക്ക് എത്തുക, അർജുന്റെ അവസ്ഥ എന്താണെന്ന് അറിയുക. ആ നടപടിക്രമങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ലോറി കരയിലേക്ക് ഉയർത്തുന്ന നടപടികൾ തുടങ്ങുകയുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും ആദ്യമായി വേണ്ടത് നേവി ഡൈവർ സംഘത്തിനകത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. എന്തായാലും തിരച്ചിലിന് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ നിയന്ത്രണങ്ങൾ അതിശക്തമാണ്. മാധ്യമങ്ങൾക്ക് ഇന്ന്
ഇതിനകത്തേക്ക് പ്രവേശനമില്ല. തെരച്ചിൽ നടക്കുന്ന മേഖലകളിൽ ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കിടയിൽ ഈ സിഗ്നൽ പ്രശ്നമുണ്ടാകും. നമ്മുടെ ഈ ലൈവ് സംവിധാനങ്ങളൊക്കെ സിഗ്നൽ ഇന്റർഫറൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്തായാലും ഇന്ന് മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനം എന്തായാലും ഇല്ല. നമ്മൾ പൂർണ്ണമായി സഹകരിക്കുന്നു. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ അകത്തേക്ക് കടക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കാർവാർ MLA ഈ ബൂം മെഷീന്റെ സംവിധാനമൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് കൊണ്ടുപോയതാണ്. ഇന്നിപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. ഡ്രോൺ പറത്തുന്നതിന് അടക്കം കർശനമായ നിയന്ത്രണമുണ്ട്. നമുക്കറിയാം സ്മിത, 10ാം നാളാണ് ആ ലോറി അതിനുള്ളിൽ കിടക്കുന്നത്. അർജുൻ 10 നാൾ ഇതിനുള്ളിലാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ തൽക്കാലം ആദ്യഘട്ടത്തിൽ അവർ പറയുമ്പോൾ പുറത്തേക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ് നിർദ്ദേശം. അതങ്ങനെ തന്നെയാണ്. വേറൊരർത്ഥത്തിൽ അതങ്ങനെ തന്നെ ശരിയുമാണത്. അപ്പോൾ ഏതായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നാവികസേനയുടെ സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ 6:45 ആകുന്നുണ്ട്. സാധാരണ ഒരു 6:50, 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഡൈവർ സംഘം ഇങ്ങോട്ടേക്ക് പോവുക. അല്പസമയത്തിനകം തന്നെ അവർ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ അതിപ്രധാനം ക്ലൈമറ്റ്, കാലാവസ്ഥ തന്നെയാണ്. അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് അല്പമെങ്കിലും ഒന്ന് കുറയുക പ്രധാനമാണ് നാവികസേന ഡൈവർ സംഘത്തിന്. അത് കുറയും ഇന്ന് എന്നാണ് പ്രതീക്ഷ. കാര്യം ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടാണ്, ഇടവിട്ടുള്ള മഴ മാത്രമാണ്. ഇന്നലെ രാത്രി മഴ കുറയുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. അങ്ങനെ മഴ കുറഞ്ഞാൽ നാവികസേന ഡൈവർ സംഘത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞാൽ ഒരു 10 മണി, 10:30, 11 മണിയോടുകൂടി തന്നെ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു വിവരം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. ഹാഷ്മി, സത്യം പറഞ്ഞാൽ ഹാഷ്മി ഇപ്പോൾ നിൽക്കുമ്പോൾ ഉള്ള ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്നലെയൊക്കെ തന്നെ ശക്തമായ മഴയും കുത്തൊഴുക്കും തന്നെയാണ് വലിയ വെല്ലുവിളിയായത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ വൈകിട്ടോടെ, രാത്രിയോടെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേനെ. ഇന്നിപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുക അല്ലെങ്കിൽ കുത്തൊഴുക്ക് കുറയുക എന്നുള്ളതൊക്കെ തന്നെ വലിയ ഗുണം ചെയ്യും ഈ തെരച്ചിലിനെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹകരിക്കണമെന്ന് ഇന്നലെ കാവാർ SP ഹാഷ്മിയോട് തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകട്ടെ. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാകുമ്പോൾ അവിടെ പരാതികൾക്കോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കോ വാക്കുതർക്കങ്ങൾക്കോ ഒന്നും തന്നെ അടിസ്ഥാനമില്ല. ഇന്നത്തെ ദിവസം ഏറ്റവും നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരച്ചിലിൻ്റെ അവസാന അന്തിമ ഘട്ടത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥരും തെരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘവും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ട്രക്കിനേക്കാൾ ഏറ്റവും പ്രധാനം അർജുൻ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക, അർജുനെ പുറത്തെടുക്കാനുള്ള വഴികൾ, അതാണ് ഏറ്റവും ആദ്യം. അതിനാണ് പ്രഥമ പരിഗണനയും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ട്രക്ക് ലോക്ക് ചെയ്യുക എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരെയാണ് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. അതുപോലെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, കൃത്യമായി റിപ്പോർട്ടുകൾ അപ്പോൾ നമുക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു തരാം എന്നുള്ള കാര്യവും അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്നു ക്ഷമയോടെ. ആ രീതിയിൽ റിപ്പോർട്ടുകൾ അപ്പോൾ പുറത്തേക്ക് എത്തിക്കണം. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് അർജുന് എന്ത് സംഭവിച്ചു, ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. നമ്മുടെ പ്രേക്ഷകർ തന്നെ ചോദ്യങ്ങളായി എല്ലാവരും ഒരേ രീതിയിൽ, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല വിശ്വാസങ്ങളുള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാൽ അവിടെ ഒരു ഐക്യപ്പെടൽ നമ്മൾ കണ്ടതാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തൊടുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ രീതിയിൽ നമുക്ക് റിപ്പോർട്ടുകൾ അപ്പോൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെല്ലാം നടപടികളാണ് ഉണ്ടാവുക? ആർമി ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. സ്മിത, ആർമി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരിക്കുന്നു. ആർമിയുടെയും നേവിയുടെയും സംയുക്ത ഓപ്പറേഷനാണ്. അല്പസമയത്തിനകം നാവികസേന ഡൈവർ സംഘം കൂടി അകത്തേക്ക് കടക്കാൻ പോകുന്നു. അതോടൊപ്പം ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ ആ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കാൻ പോകുന്നു. ട്രാക്കിന്റെ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടെത്തുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് മേജർ ജനറൽ ഇന്ദ്രബാൽ. ലൊക്കേഷനെ കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട്. നദിയുടെയും കരിയുടെയും മധ്യഭാഗത്താണ് ട്രക്ക് ഉള്ളത്. ക്യാബിൻ ഭാഗം കൃത്യമായി അറിയാനാകും ശ്രമിക്കുക എന്ന് പറയുന്നു. ഡ്രോൺ പരിശോധന, ഓറഞ്ച് അലർട്ട് ആണെങ്കിലും ഡ്രോൺ പരിശോധന നടത്താൻ കഴിയും എന്നറിയുകയാണ്. റെസ്ക്യൂ സംഘം മികച്ച പ്രവർത്തനം നടത്തുന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ കൂടി എത്തിയാൽ കൂടുതൽ സഹായകരമാകുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ അറിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ക്യാബിന്റെ ഭാഗം കൃത്യമായി അറിയാനാകും ശ്രമിക്കുക എന്നതാണ് പറയുന്നത്. ഇപ്പോൾ പ്രയോറിറ്റി അത് തന്നെയാണ് സ്മിത. ലോറി ഉയർത്തുന്നതിനേക്കാൾ, ലോറി ലോക്ക് ചെയ്ത് പൊക്കുന്നതിനേക്കാളൊക്കെ പ്രയോറിറ്റി ഇന്ന് ആ ലോറിക്കുള്ളിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവനുണ്ട്. അർജുൻ എന്നാണ് പേര്. എന്താണ് അർജുന്റെ അവസ്ഥ എന്നറിയുകയാകും ആദ്യം പരമപ്രധാന നേവി സംഘം ചെയ്യുക. അതിനുവേണ്ടി നാവികസേനയുടെ
മുങ്ങൽ വിദഗ്ധർ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തതിലുടൻ ഈ വാഹനത്തിന് അടിത്തട്ടിലേക്ക് പോയി ക്യാബിനിൽ നിന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ള വിവരം പുറത്തേക്ക് വരും. അതിനുശേഷമാണ് ഈ ലോറി പുറത്തേക്ക് എത്തിക്കുക പോലെയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ശരിയാണ്. ഈ വലിയ ഭാരമുള്ള ഈ ലോറി ഈ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ പോലും ആർമിക്ക് ഇതൊക്കെ ഒരു വലിയ സംഭവമല്ല. ആർമി സമാനമായ രീതിയിലുള്ള വലിയ വാഹനങ്ങൾ, ഇതിനും വലിയ ട്രക്കുകളൊക്കെ ഉയർത്തി ശീലമുള്ള അല്ലെങ്കിൽ ഇതിനും ദുർഘടമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ശീലമുള്ള ആർമിക്ക് ആ വാഹനം ഉയർത്തൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിനുള്ള ക്രെയിൻ സംവിധാനം അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡൈവർ സംഘത്തിനകത്തേക്ക് പോയി ഇത് ലോക്ക് ചെയ്ത് ഇനി ഉയർത്താനാണ് ഹുക്ക് ചെയ്യേണ്ടതും ഈ ഡൈവർ സംഘം തന്നെയാണ്. അതാണ് പ്രധാനം. അതിന് ഈ പുഴയിലെ അടിയൊഴുക്കൊന്ന് കുറയുക എന്നതാണ് പ്രധാനം. ഇന്നിപ്പോൾ അടിയൊഴുക്ക് കുറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓറഞ്ച് അലർട്ടാണ്. മേജർ ജനറൽ ഇന്ദ്രബാലൻ സംഘവും അകത്തുണ്ട്. അദ്ദേഹത്തിന് ഡ്രോൺ സംവിധാനങ്ങൾ അല്പസമയത്തിന് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. ആർമി ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അല്പസമയത്തിനകം നേവിയുടെ ഡൈവർ സംഘം അകത്തേക്ക് ഈ വഴി തന്നെയാണ് അകത്തേക്ക് പോകാൻ പോകുന്നു. ചില ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ വഴി പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഭാഗികമായി ഒന്ന് തുറന്നിരുന്നു. 1-2 ഭാരവാഹനങ്ങൾ ഇതുവഴി പോയതാണ്. വീണ്ടും ആ വഴി അടയ്ക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി തന്നെ ആയിരിക്കണം ആ വഴി വീണ്ടും അടയ്ക്കുന്നത്. എന്തായാലും ഇന്ന് 10ാം നാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശുഭവാർത്ത ആകണേ എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല, നമുക്ക് ഒരു റിസൾട്ട് ഇന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉറച്ച പ്രതീക്ഷ. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങളെല്ലാം തന്നെ ശിരൂരിലുണ്ട്. ട്രക്കിന്റെ ക്യാബിൻ ഭാഗം കൃത്യമായി അറിയാനാണ് ആദ്യം ശ്രമിക്കുക എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നു. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും സ്ഥലത്ത് ഡ്രോൺ പരിശോധനയുണ്ടാകും. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ കൂടി എത്തിയാൽ കൂടുതൽ സഹായകമാകുമെന്നും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ 24-നോട് പറഞ്ഞു. ഇനിയുള്ള മണിക്കൂറിൽ ഏറെ നിർണായകമാവുക തുടർന്നുള്ള പരിശോധനയാണ്. ഇപ്പോൾ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധന, തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. സാർ, നമ്മൾ ഇതിനോടകം തന്നെ ഓപ്പറേഷൻ ഓണാണ്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് ബാക്കി കാര്യങ്ങൾ നടത്തുക? ആക്ച്വലി നമ്മുടെ അറ്റംപ്റ്റ് ആയിരുന്നു ഇന്ന് രാത്രി തന്നെ ഡ്രോണിനെ ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. പക്ഷേ ബാറ്ററി വരാൻ കുറച്ച് നേരം എടുക്കുന്ന കാരണം നാളെ രാവിലെ എത്തുള്ളൂ. അപ്പോൾ വി ആർ യൂസ് ദാറ്റ് ടൈം. നമുക്ക് ഒരു നല്ല ബ്രീഫിംഗ് കിട്ടിയിട്ടുണ്ട് ഫ്രം ദി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരും നല്ല ബ്രീഫിംഗ് തന്നു. ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. അവരുടെ അസസ്മെൻറ്റ് പ്രകാരം വി ഹവ് ഹോംഡ് ഓൺ ടു എ സ്മോൾ ലൊക്കേഷൻ, റിവറിൻ്റെ മിഡിലായിട്ട്, പുഴയുടെ മിഡിലായിട്ട്. വി ആർ ഹോപ്പ്ഫുൾ ആ ലൊക്കേഷൻ തന്നെയാണ് കറക്റ്റ് ട്രക്കിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഡ്രോൺ ആക്ടിവേറ്റ് ചെയ്ത ശേഷം അവിടെ ഈ ഡ്രോണിൻ്റെ സ്കാൻ നടത്തിയിട്ട് ബെസ്റ്റ് പ്രൊഫൈലിംഗ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ പ്രൊഫൈലിംഗ് ചെയ്താൽ അതിൻ്റെ ഏത് റൂട്ട് എടുത്തിട്ട് നമുക്ക് ബെസ്റ്റായിട്ട് ക്യാബിന് എത്താൻ പറ്റും, അതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ നോക്കുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ നേവൽ ഡൈവേഴ്സ്. കാരണം അവിടെ ഒരുപാട് കറണ്ട് ഉണ്ട്. ഇറ്റ്സ് വെരി റിസ്കി ഫോർ നേവൽ ഡൈവേഴ്സ് എന്നുള്ളത് ടു ഗോയിൻ. വേറെ ഒരു വഴിയില്ല അവരെ എടുക്കാനായിട്ട് പുറത്ത്. സോ ഇതൊക്കെ നോക്കുമ്പോൾ ദിസ് ഡ്രോൺ ഓപ്പറേഷൻ വിൽ ബിക്കം ക്രിട്ടിക്കൽ. അത് എങ്ങനെ മോസ്റ്റ് പ്രിസൈസ് മാനറിൽ വെതർ കേട് വന്നാലും എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പോൾ നമ്മൾ വില്ലേജേഴ്സ് പറയുന്നത്. ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ നല്ല ഭയങ്കര മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഓപ്പറേഷൻസ് ടീം വരുന്നിട്ട് ഇപ്പോൾ ഡിസൈഡ് ചെയ്ത് മഴ ആയാലും നമുക്ക് എങ്ങനെ ഈ ഡ്രോണിനെ അയച്ചിട്ട് അതിനെ വിത്തൗട്ട് സ്പോയിലിംഗ് ദ ഡ്രോൺ ഹൗ വി ക്യാൻ ഡു, ആ പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരൊറ്റ കാര്യം, ഈ ട്രക്ക് നാളത്തെ നമ്മുടെ പരിശോധനയിൽ ട്രക്ക് കൃത്യം എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയല്ലേ? യെസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അന്ന് കൺഫേം ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി നേവിയും ആർമിയും ഇവിടുത്തെ SP പോലീസും അവരെല്ലാം കൂടിയിട്ട് ഐ തിങ്ക് ദേ ഹാവ് ഹോംഡ് ഓൺ ടു എ വെരി ഗുഡ് ലൊക്കേഷൻ. അത് ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി അവർ കൊടുക്കണം. ബിക്കോസ് അവർ ദേ ഹാവ് യൂസ് ദ ടൈം വെരി വെൽ ഡിസ്പൈറ്റ് ദി വെതർ ചാലഞ്ചസ്, ഡിസ്പൈറ്റ് റിസ്ക് എക്സെട്ര. അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടും ഒരു നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ കൺഫേം ചെയ്യണം. സോ ദാറ്റ് ദി റിസ്ക് പീപ്പിൾ ആർ ടേക്കിംഗ് ദ റിസ്ക്, ആ റിസ്കിൻ്റെ വാല്യൂ കിട്ടിയിട്ട് വി ക്യാൻ പ്രൊവൈഡ് എ റെസ്ക്യൂ ടു ദി പേഴ്സൺ. അതിന് ആർ ബെസ്റ്റ് എഫേർട്ട് ഫോർ ദാറ്റ്. ഇക്കാര്യത്തിൽ ചില തടസ്സങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കഴിവിൻ്റെ പരമാവധി ചെയ്യും. നിലവിലിപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തർ, 24 ശിരൂർ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് ഇന്നലെ അതിനു മുൻപത്തെ ദിവസവും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷേ ഈ കാലാവസ്ഥ വലിയ പ്രതികൂലമായ
കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്, പ്രതിസന്ധിയാകുന്നുണ്ട്. എങ്കിൽ പോലും തെരച്ചിൽ ഊർജിതമായി തന്നെ ഇന്ന് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങും. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ക്യാബിനകത്ത് ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ക്യാബിൻ ലൊക്കേറ്റ് ചെയ്യുക. ഇതിൻ്റെ വലിയൊരു പ്രതിസന്ധിയാകുന്നത് ഈ ലോറി തലകീഴായാണ് കിടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആ രീതിയിൽ താഴെ നിന്ന് ക്യാബിൻ കണ്ടെത്തുക, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ രക്ഷിക്കുക, അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുശേഷമാകും ഈ ലോറി ട്രക്ക് അവിടെ നിന്ന് ഉയർത്തുന്നതിന് മുൻപുള്ള ചില നടപടികളുണ്ട്. അത് കൃത്യമായി അവിടെ ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുക. അർജുൻ ജീവനോടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും എല്ലാവരും. കാരണം വളരെ കൃത്യമായിട്ട് ഒരുപാട് കാലങ്ങളിലെ റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വലിയ പ്രതിസന്ധികളിൽ നിന്നും 10-40 ദിവസമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വന്ന ചരിത്രമുണ്ട്. അത് ഒരു മഹാത്ഭുതം സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ദൗത്യം എല്ലാ സംഘവും അവിടെ എത്തും. കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും. മഴയുണ്ടെങ്കിൽ പോലും വലിയ പ്രതിസന്ധിയില്ല എങ്കിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ന് തീരുമാനം. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാകുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും ഇന്നലെ വൈകിട്ടോടെ ഒരു ഫലം കണ്ടതായാണ് ഇന്നലെ വൈകിട്ടോടെ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഡ്രോൺ പറത്തിയാൽ ചില സിഗ്നലുകൾ തടസ്സപ്പെടാനുള്ള ഒരു ആ രീതിയിൽ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇന്നലെ തന്നെ കാർവാർ എസ് പി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് നമ്മളോട് സഹകരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം, വ്യക്തമായി അപ്പോഴപ്പോൾ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ള ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യപ്പെട്ട് ഈ അർജുനെ അതിനകത്ത് നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ള പരമപ്രധാനമായ ഒരു നടപടിയിലേക്കാണ് ഇന്നിപ്പോൾ പോവുക. ഇന്നിപ്പോൾ രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ മേഖലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത്. ഇടവിട്ട് മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ ഇത്രയും ദിവസം നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ മഴ വലിയ ശക്തമായി പെയ്യുന്ന ഒരിടമാണ്. ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയ പ്രതിസന്ധികളില്ല എങ്കിൽ തീർച്ചയായും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ രക്ഷാ ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചത്. ഷഫീദ് റാവുത്തറുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ അദ്ദേഹം പങ്കുവച്ചതും. ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാകുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമുണ്ട്, അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയുമുണ്ട്, ഷഫീദ് റാവുത്തറുണ്ട്. നമ്മുടെ ടീം അംഗങ്ങളെല്ലാം അവിടെ തുടരുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ എപ്പോഴാണ് തെരച്ചിൽ തുടരുക, അപ്പോഴപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അരുൺ പാറയ്ക്കലിലേക്ക് നമ്മൾ പോവുകയാണ്. അരുണാണ് ആ നദിയുടെ ആ അപ്പുറത്തെ സൈഡിൽ കരയിൽ നിന്ന് രാവിലെ തന്നെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രക്ഷാദൗത്യം ആ സംഘം വലിയൊരു സംഘം തന്നെയാണ്. വെല്ലുവിളികൾ ഏറെയുണ്ട്. അവരവിടെ എത്തിക്കഴിഞ്ഞോ? ഇന്നിപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടെ അർജുനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ള കാര്യത്തിലാണ് ഐക്യപ്പെട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേർ സംശയങ്ങൾ ചോദിക്കുന്നു. ഇന്നിപ്പോൾ 7 മണിയാകുന്നു. എപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങുക? അതിനെന്താണ് തടസ്സമാകുന്നത്? അവിടെ മഴ മാറി നിൽക്കുന്നുണ്ടോ? ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ മഴ മാറി നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും തെരച്ചിൽ പുനരാരംഭിക്കും. മറ്റു ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. 1968 മെക്സിക്കൻ ഒളിമ്പിക്സ് വേദി കറുത്ത വർഗ്ഗക്കാരായ 2 അമേരിക്കൻ അത്ലറ്റുകളുടെ അസാധാരണമായ ഒരു പ്രതിഷേധത്തിന് വേദിയായി. അമേരിക്കയിൽ ആഫ്രിക്കൻ അമേരിക്കക്കാർ നേരിടുന്ന വിവേചനത്തിനെതിരെയായിരുന്നു ലോകം ശ്രദ്ധിച്ച ആ പ്രതിഷേധം. ഒക്ടോബർ 16 മെക്സിക്കോ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 200 മീറ്റർ മെഡൽദാന ചടങ്ങ് ഒളിമ്പിക് ചരിത്രത്തിലെ അതിശക്തമായ നിമിഷങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ചു. മത്സരത്തിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ആഫ്രോ അമേരിക്കൻ കായിക താരങ്ങളായ ടോമി സ്മിത്തും ജോൺ കാർലോസും യഥാക്രമം സ്വർണവും വെങ്കലവും നേടി. മെഡൽ ചടങ്ങിനിടെ അമേരിക്കൻ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഇരു കായിക താരങ്ങളും കറുത്ത കയ്യുറകൾ ധരിച്ച് മുഷ്ടി ഉയർത്തിക്കൊണ്ട് തലകുനിച്ചു. ബ്ലാക്ക് പവർ സല്യൂട്ട് എന്നറിയപ്പെടുന്ന അവരുടെ ആംഗ്യം
അമേരിക്കയിൽ ആഫ്രോ അമേരിക്കക്കാർ നേരിടുന്ന വംശീയ വിവേചനത്തിനും അടിച്ചമർത്തലിനുമെതിരായ അതിശക്തമായ പ്രസ്താവനയായിരുന്നു. ഷൂ ധരിക്കാതെ കറുത്ത സോക്സ് മാത്രമാണ് സ്മിത്തും കാർലോസും ധരിച്ചിരുന്നത്. ആഫ്രോ അമേരിക്കക്കാർ അമേരിക്കയിൽ നേരിടുന്ന ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിരുന്നു അത്. ആഗോളതലത്തിൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ പ്രതിഷേധം കൂടിയായി മാറി അത്. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ ഓസ്ട്രേലിയൻ താരം പീറ്റർ നോർമനും സ്മിത്തിനും കാർലോസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മനുഷ്യാവകാശ ബാഡ്ജ് ധരിച്ചാണ് പോഡിയത്തിലേറിയത്. വിവേചനത്തെ തുടർന്ന് 1968 ഒളിമ്പിക്സ് കറുത്ത വർഗ്ഗക്കാർ ബഹിഷ്കരിക്കണമെന്ന് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറും ഒളിമ്പിക്സ് പ്രോജക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അത്ലീറ്റുകൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. സ്മിത്തിന്റെയും കാർലോസിന്റെയും പ്രതിഷേധത്തെ തുടർന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആയുഷ്കാലം ഇരുവർക്കും നിരോധനം ഏർപ്പെടുത്തി. ഒളിമ്പിക് വില്ലേജിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അവർക്കൊപ്പം പ്രതിഷേധിച്ച ഓസ്ട്രേലിയൻ താരം പീറ്റർ നോർമാനെ 1972 ഒളിമ്പിക്സിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ ലോകം ആ ധീരന്മാർക്കൊപ്പമായിരുന്നു. ഒളിമ്പിക്സ് അന്നാദ്യമായി വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും മനുഷ്യാവകാശത്തിനായി നിലകൊള്ളാനുമുള്ള വേദിയായി മാറി. റിസർച്ച് ഡെസ്ക് 24. നമ്മൾ വീണ്ടും ശിരൂരിലേക്ക് തന്നെയാണ്. എല്ലാ കണ്ണുകളും യഥാർത്ഥത്തിൽ ഇന്ന് പ്രഭാതം മുതൽ ശിരൂരിലേക്കാണ്. ഇന്ന് 10ാം നാളാണ് അർജുനായുള്ള തെരച്ചിൽ. ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അതിരാവിലെ തന്നെ കടക്കും. ഹാഷ്മി താജ് ഇബ്രാഹിം അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാവിലെ അല്പം മഴ മാറി നിൽക്കുന്നു. ഇന്ന് പ്രദേശത്ത് ഓറഞ്ച് അലേർട്ടാണുള്ളത്. ശക്തമായ കുത്തൊഴുക്കും കാറ്റും മഴയും എല്ലാം തന്നെ ഈ തെരച്ചിലിന് രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ അതൊന്നും കാര്യമാക്കാതെ തന്നെ തെരച്ചിൽ തുടങ്ങാനാണ്. അതുപോലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം സൂചന ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഏറ്റവും ആദ്യ പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് അർജുനെ കണ്ടെത്തുക. ക്യാബിൻ ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. അതിന് ലോറി തലകീഴായാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ പരിശ്രമം പിടിച്ച ഒരു നടപടിയാണ്. പക്ഷേ ഏറ്റവും ആദ്യം ആ രക്ഷാദൗത്യം ആ രീതിയിലാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ഇപ്പോൾ അധികം വൈകാതെ തന്നെ തെരച്ചിൽ തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ കാണാം. SKN ചേരുന്നു. നമസ്കാരം.